വള്ളസദ്യ കഴിഞ്ഞ് ആറന്മുള വള്ളംകളിയോടനുബന്ധിച്ച് വള്ളസദ്യയുണ്ട്. വള്ളസദ്യ ഓരോ കരയുടെ ഭാഗമായി നടത്തുന്നതാണ്. അത് ഓരോ കരക്കാരും നടത്തിയതിന് ശേഷം അതാത് വള്ളത്തിൽ പമ്പയാറ്റിലൂടെ നീങ്ങി ശേഷം വള്ളം ഇവിടെ പാർക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ്. അത് വള്ളംകളി നടക്കുന്നിടം വരെ ഈ വള്ളം ഇവിടാണ് സൂക്ഷിക്കുന്നത്. അങ്ങനെ ആറാട്ടുപുഴ, മംഗലം, വൻമഴി എന്നീ വള്ളങ്ങളാണ് വള്ളസദ്യയ്ക്ക് ശേഷം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ആ വള്ളങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വള്ളത്തിൽ ഏകദേശം 100-ലധികം ആൾക്കാർ ഇരുന്ന് ആണ് വള്ളം തുഴയുന്നത്. തുഴയുന്ന വള്ളം മുൻപന്തിയിലെത്തിയാൽ അവർക്ക് 1-ാം സമ്മാനവും അതുപോലെ 2-ാം സമ്മാനവും 3-ാം സമ്മാനവും ഉണ്ട്. അത് ഏറ്റവും ആദ്യം ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന വള്ളത്തിന് സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ്. ഇതാണ് വള്ളംകളിയെക്കുറിച്ചുള്ള സംക്ഷിപ്തമായ രൂപം. ഇത് വള്ളംകളിയുടെ അനുബന്ധിച്ച് ഓണവും പ്രമാണിച്ച് അതാത് കരക്കാർ വള്ളസദ്യ കരക്കാർക്ക് നൽകിയ ശേഷം ഈ വള്ളം ഇവിടെ പമ്പയാറിൻ്റെ തീരത്ത് അടുപ്പിക്കുകയും അത് വള്ളംകളിയോടനുബന്ധിച്ച് വള്ളംകളി നടത്തിയ ശേഷം ഈ അതാത് കരയുടെ വള്ളം തിരിച്ച് അതാത് കരയോത്തിൻ്റെ വള്ളപ്പുരയുണ്ട്. ആ വള്ളപ്പുരയെ കൊണ്ട് സൂക്ഷിക്കുന്നതാണ്. അത് അടുത്ത വള്ളംകളി വരെ ആ വള്ളം അവിടെ സൂക്ഷിച്ചുകൊണ്ട് അത് പരിപാലിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ സമ്പ്രദായം.